मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എന്റെ കൂട്ടുകാരെ, അടുത്തുള്ള മാളിൽ സെയിൽ നടക്കുകയാണ്. സെയിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ പോയൊരു വാക്യൂം ക്ലീനർ വാങ്ങും. ഞാൻ ഫ്രൂട്ട്സ് മേടിക്കും. ഞാനൊരു മൊബൈൽ വാങ്ങും. ഞാൻ കഴിക്കാനുള്ളതൊക്കെ വാങ്ങും. എന്താ പ്രശ്നം ഇവിടെ? നിങ്ങൾ എല്ലാവരും കൂടെ എങ്ങോട്ട് പോവുകയാ? മാഡം, അടുത്തുള്ള മാളിൽ സെയിൽ നടക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഷോപ്പിങ്ങിന് വേണ്ടി അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ശരി, കുഴപ്പമൊന്നുമില്ല. എന്നാൽ സൂക്ഷിച്ചു പോകണം, കേട്ടല്ലോ? എല്ലാവരും എപ്പോഴും ഒന്നിച്ച് തന്നെ ഉണ്ടാകണം. പോയിട്ട് വരൂ, വേഗം വരണം കേട്ടോ. നിങ്ങൾക്ക് എത്ര ഷോപ്പിംഗ് ചെയ്യണം അത്രയും ചെയ്തോളൂ. ബൈ. മാളിന്റെ അകത്ത് പോകാൻ പെറ്റ്സുകൾക്ക് അനുമതിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. അത് ശരി, ഓക്കേ, തീർന്നു. ആഗ്രഹമില്ല, ഇതോടെ തീർന്നു. എന്നാൽ ഇന്നൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാളിനകത്തേക്ക് പ്രവേശിക്കാം. വെൽക്കം വെൽക്കം താങ്ക് യു താങ്ക് യു. വെൽക്കം. വയ്ക്കോളൂ. വയ്ക്കോളൂ വയ്ക്കോളൂ വയ്ക്കോളൂ. ഓ, മാളിൽ കറങ്ങുന്നതും നല്ലൊരു ടൈം പാസ് തന്നെയാ. ഇവിടെ നിന്ന് ഞാൻ എല്ലാം വാങ്ങും. കഴിക്കാനുള്ളതൊക്കെ എവിടെയാ കിട്ടുക? എടാ, ഹണി എവിടെയാ പോയത്? ഈ പടി എന്താ മുകളിലേക്ക് പോവാത്തത്? എടാ കഴുതേ, ഇങ്ങോട്ട് വാ. ഈ പടിയാ മുകളിലേക്ക് പോകുന്നത്. അത് ശരി. പേടിച്ചു പോയി ഞാൻ. വാ കൊച്ചളിയ, വേഗം വാ. അത് നോക്ക്, തൊപ്പി. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഓക്കേ, തിരിച്ചു വന്ന് ഇവിടെ നിന്നാ മതി. ഓ, അടിപൊളി. എന്തൊക്കെ വെറൈറ്റിയാ ഉള്ളത്? ഏതാ കഴിക്ക? കൊള്ളാലോ ഇത്. ഇനി എന്തായാലും കഴിക്കാം. എന്തൊരു മണമായത്. ചേട്ടോ, ഇഡ്ഡലി ഉണ്ടോ? ചൈനീസ് റെസ്റ്റോറന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചൈനീസ് ഇഡ്ഡലി താ. ഞങ്ങൾ ചൈനീസ് ഇഡ്ഡലി ഉണ്ടാക്കാറില്ല. എളുപ്പാണെന്നേ. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് സോസ് ഒഴിച്ചാൽ മതി. അടുത്തുള്ള കടയിൽ പോയാൽ മതി, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഡ്ഡലി കിട്ടാം. ഇങ്ങനെ കസ്റ്റമേഴ്സ് പോയാലുണ്ടല്ലോ, നിങ്ങളുടെ കട എത്രയും പെട്ടെന്ന് പൂട്ടേണ്ടി വരും. ഇതെന്തായാലും കൊള്ളാലോ. എന്നെ കണ്ട ഹീറോ പോലെ ഉണ്ട്. കിറ്റി കിറ്റി കിറ്റി. കിറ്റി, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞ് കടക്കാരനെ പറ്റിച്ചു. ബണ്ണി, നീ പാവപ്പെട്ട കിറ്റിയുടെ നട്ടില് പൊട്ടിച്ചു. അടികൈ. ഇത് കവിത പറയാനുള്ള സമയമല്ല. കിറ്റിക്ക് പരിക്ക് പറ്റിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കവിത പറയാൻ തോന്നുന്നേ? സോറി കിറ്റി. ബസ് വരാത്ത ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ് കാത്ത് നിൽക്കണോ? പരിക്കേൽപ്പിച്ചിട്ട് നീ എന്നെ വഴക്ക് പറയുകയാണോ? അടികൈ. അല്ല, എന്താ ഇത്? ഇതുവരെ റെഡി ആയില്ലേ? എത്തിപ്പോയി. സൗത്ത് ഇന്ത്യക്കാര് സോസ് ഉണ്ടാക്കത്തില്ല, ചൈനക്കാരോട്ട് ഇഡ്ഡലി ഉണ്ടാക്കത്തില്ല. ചൈനയിൽ പോയാൽ എങ്ങനെയാ ഇഡ്ഡലി കഴിക്ക? എവിടെയാടാ ബോംബുള്ളത്? ഏതെങ്കിലും ഷോപ്പിലുണ്ടാക്കും. എന്താ മച്ചി, ബോംബോ? ഇവിടെ എവിടെ ബോംബ് വെച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ ഇതൊക്കെ കഴിക്ക? ഓടിക്കോ ഓടിക്കോ, ജീവൻ വേണേ ഓടിക്കോ. ഓടിക്കോ ഓടി
ഓടിക്കോ. ഹൈ, ഓട് ഓട്. ഈ മോളിൽ ബോംബ് വെച്ചിട്ടുണ്ട്. നീ എന്തായി പറയുന്നത്? കുറച്ച് ശബ്ദത്തിൽ പറയടാ. മാളിൽ ബോംബ് വെച്ചിട്ടുണ്ട്. പാച്ചുന്റെ അച്ഛ മോളിൽ ബോംബ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നീ ഒരിക്കലും പറയല്ലേ മോനെ. മമ്മിക്ക് തീർച്ചയായിട്ടും ദേഷ്യം വരും. ഉള്ളത് പറഞ്ഞ എന്റെ അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യമാ. മോളിൽ ബോംബുണ്ടെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞതാ? ഞാനാ. രണ്ടുപേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഏതോ കടയിൽ ബോംബുണ്ട്. എക്സിറ്റ് ഡോർ എത്രയും പെട്ടെന്ന് അടയ്ക്ക്. ടെററിസ്റ്റ് മോളിനകത്ത് തന്നെ ഉണ്ട്. കോൾ ദ പോലീസ്. കടയിൽ നിന്ന് വാങ്ങുന്ന അരിയിൽ കല്ലുണ്ട്. ഓടിക്കോ കിറ്റി, മോളിൽ ബോംബുണ്ട്. അടി കൈ. ആരും ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. ബോംബ് എവിടെയുണ്ടെന്ന് ടെററിസ്റ്റ് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് പുറത്ത് പോകാൻ അനുമതിയില്ല. ഈഷ്, എന്റെ ഏരിയയിലെ മോളിൽ ആരാണ് ബോംബ് വെച്ചത്? അന്വേഷിക്ക്. അത് പൊട്ടിത്തെറിക്കും മുമ്പേ നമ്മൾ കണ്ടുപിടിക്കണം. ഈഷ്, ബോംബ് എവിടെയാണുള്ളത്? പ്ലീസ്, എവിടെയാണെന്ന് പറയൂ. ബോംബ്, ബോംബ്, നീ എവിടെയാണുള്ളത്? കൂട്ടുകാരെ, ഓരോ ഷോപ്പിലും കയറി നമുക്ക് ചെക്ക് ചെയ്യാം. ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ ആപത്തിലാണ്. ഇവിടെയില്ല, അവിടെയില്ല. എടേ, എവിടെയാ ഉള്ളത്? എവിടെയാണ് ബോംബ്? നീ എവിടെയാണെന്ന് പറ. എവിടെയാണുള്ളതെന്ന് പറയൂ. അന്വേഷിക്കൂ. കൊച്ചളിയാ. ഇൻസ്പെക്ടർ വേണ്ട, ഇത് നോക്ക്. ഹാൻഡ് ഗ്രനേഡ്. ഈഷ്, ഈഷ്, സ്റ്റുപ്പിഡ്, മരമണ്ട. ഇത് സീതാപ്പഴമാണ്. ബോംബായിരുന്നുവെങ്കിൽ അതിൽ വാച്ചിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു. കുഞ്ഞളിയാ, നീ അവിടെ നോക്ക്, ഞാൻ ഇവിടെ നോക്കാം. ബോംബ് നീ എവിടെയാ? ഇവിടെ ബോംബുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? ഇവരാണ്. അല്ല, ബോംബ് എവിടെ? ഈഷ്, ഇവന്റെ വാക്ക് കേട്ടിട്ടാണോ നിങ്ങൾ ഇത്രയധികം പ്രശ്നമുണ്ടാക്കിയത്? അതെ, ഇവൻ തന്നെ വലിയൊരു ബോംബാ. ഇവന്റെ തലയ്ക്ക് നല്ല അസുഖമാണ്. ഇല്ല ഇൻസ്പെക്ടർ സാർ, ഇതിനെ കുറിച്ച് രണ്ടുപേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ദാ അവര് തന്നെയാണ്. ഈഷ്, പിടിക്കവരെ, വേഗം പിടിക്ക. ഈഷ്, നിങ്ങൾ ടെററിസ്റ്റ് ആണോ? തനിക്ക് വട്ടാണോ? ബോംബ് ഏതോ ഷോപ്പിലുണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ പറഞ്ഞത്? വേഗം സത്യം പറ, ബോംബ് എവിടെയാണുള്ളത്? ഇതാണ് ബോംബ്. ഈഷ്, മാനുഷിക ബോംബോ? ആ, അത് തന്നെ. പൊട്ടിത്തെറിക്കരുത്, പൊട്ടിത്തെറിക്കരുത്. ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ട്, പൊട്ടിത്തെറിക്കരുത്. ഞാൻ എന്തിനാ പൊട്ടിത്തെറിക്കുന്നത്? കാരണം നീ ബോംബാണ്. എടാ, എന്റെ സർനെയിം ബോംബ് എന്നാണ്. പേര് മനീഷ് എന്നാ. അതുകൊണ്ട് മനുഷ്യ ബോംബ് എന്ന് പറഞ്ഞ. ഇതാ നോക്ക്, എന്റെ ആധാർ കാർഡ്. ഈഷ്, ഓ, സോറി, കൺഫ്യൂഷനിലായി പോയതാ. സോറി. ഇവിടെ കിടന്ന് നെട്ടോട്ടം ഓടി ഞങ്ങളുടെ നട്ടലെല്ലാം പൊട്ടി. നിങ്ങൾ കാട്ടുന്ന കുസൃതിക്ക് ഒരു അതിരില്ലേ കുട്ടി? അടി കൈ. ഇതിന്റെ അകത്ത് എന്താണ്? ബാഗ് തുറക്ക. ബോംബ്. എന്റെ കുട്ടി ആരെങ്കിലും രക്ഷിക്കൂ. എന്റെ കുട്ടി ആരെങ്കിലും രക്ഷിക്കൂ. താങ്ക് യു. ഇന്ന് പിടിച്ചോളൂ. ഏയ്, ഈഷ്, ഒന്ന് നിൽക്കൂ. പിടിക്ക. ഇവർ രണ്ടുപേരും ടെററിസ്റ്റ് ആണ്. പിടിക്ക. ഓടിക്കോ, ഓട്, ഓട്. എങ്ങോട്ട് രക്ഷപ്പെടാൻ വിചാരിച്ചു? അത് നടക്കില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഓർമ്മിക്കുന്നോ? ഇവൻ എന്റെ കുട്ടിയെ. വൗ, നിങ്ങൾ
എന്തായാലും നല്ല കാര്യമാണ് ചെയ്തത്. അതേ കുട്ടികളെ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. ഈഷ്, ഹണി, എന്തായാലും നിന്റെ മണ്ടത്തരം കാരണം എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ പോവുകയാണ്. കിട്ടുന്നത് മുഴുവൻ തിന്നേക്കരുത്, കുറച്ച് എനിക്കും തരണേ. ഈഷ്, പ്രൊമോഷൻ തിന്നാനുള്ള സാധനമല്ല ഹണി. എന്നാ ആപ്പിൾ വാങ്ങിട്ടാ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല, എന്റെ വയറ് കത്തി കാളുക. ഈഷ്